ഹോളിയൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടിട്ട് പെട്ടെന്നൊരു ഗെറ്റ് റെഡി ആയാലോ. ഫസ്റ്റ് ഞാൻ ടോണർ കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് സെറ്റ് ആയതിനു ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് സൺസ്ക്രീൻ ആണ്. വെയിലായതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റായിട്ട് മറക്കാണ്ടിടണം കേട്ടോ. അതിനുശേഷം കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കളർ കറക്റ്റർ കേട്ടോ യൂസ് ചെയ്യുന്നത്. പിഗ്മെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് കഴുത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലും കഴുത്തിൻ്റെ രണ്ട് കളറായിട്ട് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണം നമ്മുടെ ഫേസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഐബ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഐബ്രോസും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഐബ്രോൻ്റെ താഴെയും അതുപോലെ തന്നെ മേലെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഐബ്രോസ് എടുത്തിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്ട്രാ ഐബ്രോസ് ഉള്ളത് കൊണ്ടിട്ടും കൂടിയാണ് അതൊന്ന് ഹൈഡായിട്ടിരിക്കാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുക. ഐ ഷാഡോ പാലറ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലഷ് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചീക്കിലും ഒക്കെ ഒരു പിങ്ക് ഷെയ്ഡ് വരണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണെഴുതി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ കണ്ണെഴുതുകയും ചെയ്തു, മേലെ എഴുതുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കാജൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൊന്ന് നല്ല വലുതായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ബ്ലഷും ഓൾറെഡി അപ്ലൈ ചെയ്തു. ഹൈലൈറ്റർ കേട്ടോ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോസിൻ്റെ അവിടെയും ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചീക്കിലും നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ കണ്ണിലും കണ്ണിൻ്റെ മേലെ അവിടെ ഐ ഷാഡോന് പകരം ഇതും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ലിപ് ലൈനർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ വൈറ്റ് കുർത്ത കേട്ടോ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കമ്മലൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീൻസ് ആയിരുന്നു ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു ലുക്കാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് ഭയങ്കര ഹെവി അല്ലാത്തൊരു ലൈറ്റ്